aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ CG വർഗീസ് അവർകൾ. ഡൽഹിയിൽ ദീർഘവർഷങ്ങൾ പാർത്തുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ CG വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പിന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം അരോമ TVയിൽ കൂടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ ചില ദിവസങ്ങൾ മുമ്പ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറയുകയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ഇത് ശ്രവിക്കുന്നവരെ ദൈവനാമത്തിൽ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അരോമ TV ഇന്ത്യയിലും വിദേശങ്ങളിലുമായി കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഡയറക്ടറും എല്ലാ അതിന്റെ അംഗങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോണിനോടും എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരുണയാൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ മുളക്കര പഞ്ചായത്തിൽ കാരക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് 1957 ഒക്ടോബർ 10 ജനിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാപിതാക്കളെ ദൈവഭയമുള്ളവരായിരുന്നു. അന്ന് ഞാൻ ജനിക്കുമ്പോൾ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മാവിയും ഒരു ഉപ്പാപ്പനും പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ, ബാല്യകാലത്തിൽ തന്നെ കർത്താവിനെ കുറിച്ച് അറിയുവാനും ഒക്കെ ഇടയായി തീർന്നു. എൻ്റെ ജന്മത്തിൽ എൻ്റെ മാതാപിതാക്കളെ, പ്രത്യേകം എൻ്റെ പിതാവ് എന്നെ ഒരു വൈദികൻ, ഓർത്തഡോക്സിൽ ഒരു വൈദികനാക്കുവാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി നേരിയോ ഒക്കെ ചെയ്തു. എന്നെ എല്ലാ ആഴ്ചയിലും അവരെ പള്ളിയിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 7ാമത്തെ വയസ്സിൽ ഞങ്ങള് കുടുംബമായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന വലിയ അംഗങ്ങളായി മാറുവാനും ഒക്കെ ഇടയായി തീർന്നു. ഞങ്ങളെ കുടുംബമായി ഞങ്ങളുടെ ഉപ്പാപ്പന്മാരും വല്യപ്പച്ചന്മാരും ഞങ്ങൾ മൊത്തം വിശ്വാസത്തിൽ വന്നു. അന്ന് ഞങ്ങള് 3-3.5 കിലോമീറ്റർ ദൂരത്തിലാണ് IPC സഭ ഉണ്ടായിരുന്നത്. അതായത് പന്തളം IPC, അത് മാന്തുകയാണ്. ഞങ്ങള് നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ നടന്ന് പോയി. അങ്ങനെ മാതാപിതാക്കളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം സഹായിച്ചു. അനേക ഉപവാസ പ്രാർത്ഥനകളിലും കാത്തിരിപ്പുകളിലൊക്കെ പങ്കെടുക്കുവാനും അങ്ങനെ ദൈവവചനം മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ സഹോദരനോടൊപ്പം സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുവാനുള്ളത്, എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ മൂത്ത ഒരു സഹോദരി, ഞങ്ങളെ സഹോദരങ്ങൾ 3 പേർ, എൻ്റെ ഇളയ 3 സഹോദരങ്ങളെ, അതിൻ്റെ ഇളയത് ഒരു സഹോദരിയാണ്. ഞങ്ങളെ 4 ആൺപിള്ളേരും 2 പെൺപിള്ളേരുമാണ്. ഏറ്റവും മൂത്ത സഹോദരി, ഏറ്റവും ഇളയ സഹോദരി. ഏറ്റവും ഇളയ സഹോദരിക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് ക്യാൻസർ രോഗത്താൽ മാറ്റപ്പെടുന്നത്. ഞങ്ങളെ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിനുശേഷം അടുത്ത 1 വർഷം തികയുമ്പോൾ എൻ്റെ ഇളയ സഹോദരൻ, എന്നേക്കാൾ 1.25 വയസ്സിനെളുപ്പമേ ഉള്ളൂ, ആ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് പിതാവിന് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എരുമയുണ്ടായിരുന്നു, പശുക്കളുണ്ടായിരുന്നു. പിതാവിന് ബിസിനസ് ഉണ്ടായിരുന്നു. തൻ്റെ പിതാവിനോടൊപ്പം ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പിതാവ് മരിച്ചു. അടുത്ത വർഷം അനുജൻ മരിച്ചു. അത് കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞപ്പോൾ എരുമകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോകാനിടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെ കടന്നുപോയി. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും പലപ്പോഴും നമുക്ക് കൈത്താങ്കൾ തരേണ്ടവർ തരാതിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ എൻ്റെ മാതാവ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ദൈവം ഞങ്ങളെ വിശ്വാസത്തിൽ നിൽപ്പാൻ ദൈവം കരുണ ചെയ്തു. ഞാൻ 10ാം ക്ലാസ് പാസ്സായി, ടൈപ്പ് ഷർട്ടാനും പഠിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ 1-2 ബന്ധുക്കളെ ഇംഗ്ലീഷ് കോഴ്സിന് പഠിക്കുവാനായിട്ട് വിട്ടു. ഞാൻ 1979 ഒരു ബാലനായിട്ട് ഡൽഹിയിൽ കടന്നു വന്ന് IPC ഗ്രീൻ പാർക്ക് പാസ്റ്റർ KT തോമസിന്റെ സഭയിൽ ആരാധനയ്ക്ക് കടന്നു പോകാനിടയായി തീർന്നു. എനിക്ക് ദൈവത്തോടൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മാതാവിൻ്റെ കണ്ണുനീര്, എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരൊക്കെയും കാണുവാനും, ഞങ്ങളെ കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിച്ച എല്ലാം പെന്തക്കോസ്തുകാരായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരപ്പച്ചൻ പാടും. ആ പാട്ട് കേട്ട് ഞങ്ങളെല്ലാം ഉണരും. അങ്ങനെ ഒരു ബാല്യകാലത്ത് തന്നെ ഒരു ദൈവിക അനുഭവത്തിൽ വളരുവാൻ ഇടയായതുകൊണ്ട് ഡൽഹിയിൽ വന്നപ്പോഴും ഞാൻ സഭയിൽ പോകാനും ദൈവങ്ങളോട് ചേർന്ന് പ്രവർത്തിപ്പാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചു. 79 ഡൽഹി വന്നു. 84 ഞാൻ ഓക്കല എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ഡോക്യുമെന്റേഷനിൽ ഒരു ജോലി കിട്ടി. അപ്പോൾ അന്ന് ഡൽഹിയിൽ പല സ്ഥലങ്ങളിൽ പല ദിവസങ്ങളാണ് അവധിയുള്ളത്. ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം കൊണ്ട് ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ ദിവസങ്ങളാണ് അവധിയുള്ളത്. അത് നല്ല ഒരു കമ്പനിയാണ്. ഈ 84 എനിക്ക് ലഭിച്ച ജോലി നല്ല ഒരു കമ്പനിയാണ്. നല്ല ശമ്പളമുണ്ട്. അന്നത്തെ സമയത്ത് നല്ല മാന്യമായ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെന്നു. ഞാൻ ഇന്റർവ്യൂവിന് പാസ്സായി. അതിനുശേഷം ഞാൻ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്റർവ്യൂവിന് പോയത്. അപ്പോൾ തിങ്കളാഴ്ച അവധിയാണ്. ചൊവ്വാഴ്ച മുതൽ ജോലി പ്രവേശിപ്പാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ശനിയാഴ്ച വരെ ജോലി ചെയ്തു. ഞായറാഴ്ച ദിവസം ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. തിങ്കളാഴ്ച ഓക്കല ഇൻഡസ്ട്രി ഏരിയയിൽ അവധിയാണ്. ചൊവ്വാഴ്ച ഞാൻ ചെന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാനേജർ എന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് സൺഡേ വരാഞ്ഞത്? ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് ഞായറാഴ്ചയാണ്. ഡോക്യുമെന്റേഷനിലൊക്കെ അവൈലബിലിറ്റി ആയിരിക്കണം. വർഗീസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സൺഡേ ഞാൻ വരത്തില്ലെന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ, എനിക്ക് സൺഡേയിലെ ചർച്ചിൽ പോകണം. ഇല്ല, പറ്റത്തില്ല, പോയി ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം പറഞ്ഞു വിട്ടു. ഞാൻ ജോലി ചെയ്തു. അടുത്ത ശനിയാഴ്ചയും ഞാൻ ജോലിക്ക് പോയതിനു ശേഷം ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി. ചൊവ്വാഴ്ച ചെന്നപ്പോൾ എൻ്റെ ഓഫീസേഴ്സ് എല്ലാം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം, സൺഡേയിൽ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, സൺഡേയിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുവരെയും സൺഡേയില് എനിക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നിതായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ല ഞാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞു. എൻ്റെ തോളത്ത് തട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു വിട്ടു. 3ാമത്തെ സൺഡേയിലും ഞാൻ ആരാധനയ്ക്ക് പോയില്ല. എന്നെ ചൊവ്വാഴ്ച വിളിച്ചിട്ട് എനിക്ക് ഒരു ലെറ്റർ തന്നു, സൺഡേയിൽ വരുന്നില്ല എങ്കിൽ ജോലിക്ക് ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ അപ്പോൾ തന്നെ റിസൈൻ എഴുതി കൊടുത്തു. എനിക്ക് എൻ്റെ സാലറി തന്ന് എന്നെ വിട്ടു. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി ഒരു നല്ല ജോലി പോലും ഞാൻ നഷ്ടപ്പെടുത്തി. അതിനുശേഷം 1-2 മാസത്തോളം ജോലി ഇല്ലാതിരുന്നു. കർത്താവ് എനിക്ക് ജോലി തന്നു. അതിനുശേഷം തുടർമാനമായി കുറച്ച് കാലം ജോലി ചെയ്യുവാനിടയായി തീർന്നു. 2000 ഞാൻ എൻ്റെ ജോലി രാജിവെച്ചിട്ട് ഹാർവെസ്റ്റ് മിഷൻ കോളേജിൽ BTH പഠിക്കുവാനും അത് പൂർത്തീകരിച്ച് ദൈവവേലയെ പൂർണ്ണമായി തീരുവാനിടയായി തീർന്നു. അതിനിടയിൽ എനിക്ക് 1989 എൻ്റെ വിവാഹം ഡൽഹിയിൽ വെച്ച് നടക്കുവാനിടയായി തീർന്നു.
പാസ്റ്റർ കെ ജോയുടെ നേതൃത്വത്തിലാണ് അന്ന് വിവാഹം നടന്നത്. വളരെ മനോഹരമായ രീതിയിൽ അനുകരിക്കപ്പെട്ട രീതിയിൽ എൻ്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. വൈഫ് എന്ന് പറയുന്ന സഹോദരി മോത്തിനാറിലെ ഡൽഹിയിൽ തന്നെ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഡൽഹിയിലെ ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നു. 1990 എനിക്ക് ഒരു മകള് ദാനമായി തന്നു. എൻ്റെ വൈഫ് ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോയി ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന്റെ ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മെനഞ്ചിറ്റിസ് ആയിട്ട് എന്നെ എൻ്റെ ചർച്ചിലുള്ള സഹോദരന്മാരെ എൻ്റെ റൂമിൽ വന്ന് കൊണ്ടുപോയി. ഞാൻ അന്ന് വൈഫ് നാട്ടിലായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. NDMC മോത്തിബാഗുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഏകദേശം 3 മാസത്തോളം വളരെ ബോധമില്ലാത്തവനായി ചില നാളുകൾ കിടന്നു. അതിനുശേഷം കർത്താവ് എന്നെ വിടുവിച്ചു. അപ്പോൾ അന്ന് ഡോക്ടർമാർ എനിക്ക് വിധി എഴുതുകയാണെങ്കിലും ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ എൻ്റെ കാലിനും കൈക്കും അല്പം ഒരു ശോഷിപ്പ് പോലെ ഉണ്ടായി. അങ്ങനെ ദൈവം പൂർണ്ണമായി വിടുവിച്ചു. പിന്നെ വൈഫും മോളും നാട്ടിൽ നിന്ന് കടന്നു വന്നു. ഞങ്ങള് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം എനിക്ക് പല അസുഖങ്ങളൊക്കെ, ഓഫീസിൽ പോകാൻ തുടങ്ങുന്ന പല അസുഖങ്ങളൊക്കെയാണ്. എനിക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ജോലിയോടൊപ്പം തന്നെ ഞാൻ സുവിശേഷ വേല, കർത്താവിന്റെ വേല ചെയ്യും. ശനിയാഴ്ച എനിക്ക് അവധിയാണ്, ശനി ഞായറും അവധിയാണ്. ശനിയാഴ്ച എനിക്ക് ഒരു ചെറിയ സ്കൂട്ടി അല്ലെങ്കിൽ സൈക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ട്രാക്ടർ കെട്ടി ഞാനും മിസ്സസുമായി പോയി ഈ ഏരിയയിലെല്ലാം ട്രാക്ടറുകൾ കൊടുക്കുകയും ഇന്ത്യ ചേരികളിലെല്ലാം പോയി ട്രാക്ടറുകൾ കൊടുക്കുകയും സുവിശേഷം പറയും. അങ്ങനെ സുവിശേഷ വേലയിൽ ഒരു വ്യാപൃതനായി തീരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. കാരണം എൻ്റെ മാതാപിതാക്കളെ എന്നെ അച്ചപ്പെട്ടതെങ്കിലും എന്നെ ഒരു സുവിശേഷ വേലക്കാരനാക്കി തീർക്കുവാൻ ദൈവം പ്രസാദിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് 97 ലിവർ ആബ്സസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായി. ഏകദേശം 3-4 മാസത്തോളം ഞാൻ ബെഡ് റെഡിലായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഡോക്ടർമാരെ ചോദിക്കുവാനിടയായി തീർന്നു, കള്ളു കുടിക്കുന്ന ആളാണോന്ന്. എന്നാൽ കർത്താവിന്റെ കൃപയാൽ എൻ്റെ ഈ 68 വയസ്സായ എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു കാര്യം കാണുവാൻ പോലും ഇടയായിട്ടില്ല. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പല അസുഖങ്ങൾ വരാം, എന്നാൽ അതൊന്നും അങ്ങനെ ആയിട്ടാകണമെന്നില്ല. അതൊക്കെ കർത്താവിന്റെ ഹിതമാണ്. കർത്താവ് അതിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനാണ്. എന്നെ പൂർണ്ണമായി കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ തണുപ്പിന് വന്നപ്പോൾ എൻ്റെ മുഖം അങ്ങ് കൂടി ഒരു പാരലൈസിസ് പോലെയായി. സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്. അതും ഏകദേശം 1 മാസത്തോളം അങ്ങനെ പോയി. അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയിൽ തന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. എനിക്ക് പൂർണ്ണമായി വേല ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടാകുകയും ഞാൻ ആ വിഷയത്തിന് വേണ്ടി ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വളരെ ദൈവസ്ഥലിൽ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം ഇത് അനേക ദൈവമക്കളോടും വിശ്വാസമുള്ള അവിശ്വാസങ്ങളോടും ഒക്കെയാണ് ഇത് പറയുന്നുള്ള ഉത്തമ ബോധത്തോടു കൂടെയാണ് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്. ഇത് അനേകർക്ക് വിടുതലിനും അനുഗ്രഹമായതിനും കാരണമായി തീരണമെന്ന് ഞാൻ കർത്താവിനെ ആശിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. നല്ല ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, ഡയറക്ടറുടെ PA ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടൈപ്പിസ്റ്റാണ് പഠിച്ച വന്ന് സ്റ്റെനോഗ്രാഫിയിലെ ഇംഗ്ലീഷ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് വളരെ കൃപ ചെയ്തു. ലെറ്ററുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുവാനും കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നുകൊണ്ട് നല്ല രീതിയിൽ ജോലി മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാലിക്കിനോട് പറഞ്ഞു, 2000-ൽ ഞാൻ എൻ്റെ മാലിക്കിനോട് പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ്. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ഞാൻ ഭവനത്തിൽ ആരോടോ മറ്റാരോടോ പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ റിസൈൻ കൊടുത്ത്, എനിക്ക് അപ്പൊ സാറ്റർഡേ അവധി ആയതുകൊണ്ട് എന്നെ സാറ്റർഡേ അവിടെ വിളിച്ച് എനിക്ക് എൻ്റെ ഹിസാബെല്ലാം തീർത്ത് ചെക്ക് കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയെ കാണിക്കുമ്പോഴാണ് അവൾ അറിയുന്നത് ഞാൻ ജോലി റിസൈൻ ചെയ്തു എന്ന്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ അതിനുശേഷം 2000 പോയി ബൈബിൾ കോളേജിൽ പഠിക്കുവാനും കർത്താവിന്റെ വേലയിൽ പൂർണ്ണമായി ആയിത്തീരുവാനും ഇവിടെയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2010 ഏപ്രിലില് എനിക്ക് മൂത്രമൊഴിക്കുവാൻ കഴിയുന്നില്ല. ഭയങ്കര അസ്വസ്ഥത, ഒരിക്കലും യൂറിൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒട്ടും യൂറിൻ പോകുന്നില്ല, ഛർദിക്കുകയും മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ ആയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം ബ്ലഡ് യൂറിന്റെ അങ്ങനെ അല്പം ബ്ലഡ് പോയി. ഉടൻ തന്നെ എൻ്റെ വൈഫ് ആംബുലൻസ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ 14.5 ഒരു സ്റ്റോണ്
കിഡ്നിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അത് ട്യൂബിൽ ബ്ലോക്കായി. അത് കാരണം കൊണ്ടാണ് റൈറ്റ് സൈഡിലെ അതുകൊണ്ടാണ് യൂറിൻ പോകാത്തത്. അവരെ പല വിധത്തിൽ നോക്കിയിട്ട് അത് പോകുന്നില്ല. റൈറ്റ് സൈഡ് കിഴിച്ചിട്ട് സ്റ്റെന്ത് ഇട്ട് താപ്പോട്ട് അത് സ്റ്റോണ് പോകാനായിട്ട് അവർ നോക്കി, അത് നടന്നില്ല. അതിനുശേഷം ഈ സ്റ്റെന്ത് ഇട്ട് ഇങ്ങനെ റൈറ്റ് സൈഡ് കിഴിച്ചിങ്ങനെ പോയത് അവിടെ എല്ലാം ഇൻഫെക്ഷൻ ആയിട്ട് ശരീരമാകെ നീര് പിടിച്ചിട്ട് ഒരു കട്ടിലിന് അത്രയും എൻ്റെ ശരീരമായി തീർന്നു. അന്ന് മരിച്ചു പോകും എന്ന് എല്ലാവരും വിധി എഴുതി. കിഡ്നി ഫെയിലായി, റൈറ്റ് കിഡ്നി ഫെയിലായി. ഒറ്റ കിഡ്നിയിലും, അത് 75% ഒരു കിഡ്നിയിലാണ് ഞാൻ ആരോഗ്യവാനായി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതും കർത്താവിന്റെ വേല ചെയ്യുന്നതും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് അത് ആ കല്ല് പൊടിച്ച് അത് പോയി. അങ്ങനെ സൗഖ്യമായി തന്നു. ഏകദേശം 3 മാസത്തോളം നോയിഡയിലുള്ള കൈലാഷ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ആയിരുന്നു. ദൈവം 2010 എന്നെ വിടുവിച്ചു. അനേക രോഗങ്ങൾ ഡൽഹി പട്ടണത്തിൽ എനിക്ക് കടന്നു ഉണ്ടായി. എന്നാൽ ഈ 47 വർഷം കർത്താവിനെ പരിപാലിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശ്രോതാക്കളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കഷ്ടങ്ങൾ വരാം, രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, എന്നാൽ നമ്മെ വിടുവിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് ഒരു മകള് 90 ഒരു മകളെ തന്നു, 92 ഒരു മകനെ തന്നു. ഞങ്ങള് പൂർണ്ണമായി ഹിന്ദി വേലയിലാണ് ഞങ്ങള് ഇത് പ്രിഫറൻസ് കൊടുത്തത്. കാരണം ഹിന്ദി വേലയിൽ മലയാളികളൊക്കെ കുറവാണ്. ഡൽഹിയിലൊക്കെ അങ്ങനെ ഹിന്ദി വേല ചെയ്യണം, ഹിന്ദിക്കാരെടുത്ത് പോയി സുവിശേഷം പറയണം. ജോലിയുള്ളപ്പോഴും ഹിന്ദിക്കാരെടുത്ത് പോകാണ് പോയി സുവിശേഷ വേല ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളൊരു ഹിന്ദി വേല തിരഞ്ഞെടുത്തു. ഹിന്ദി വേലയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് വലിയ സാമ്പത്തിക നന്മയോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ എനിക്ക് വളരെ പ്രാഗൽഭ്യമുണ്ട്. കാരണം അനേക അന്യജാതിക്കാരോടും അന്യഭാഷക്കാരോടും കർത്താവിന്റെ വചനം പറയുവാനും അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനും ദൈവ കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് ഈ ലോകത്തിലെ സമ്പത്തോ ഈ ലോകത്തിലെ നന്മയല്ല, പിന്നെയോ നമുക്കായിരിക്കുന്നത് നമ്മളാവോളം ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, നമ്മളെക്കാൾ കഷ്ടവും ഞെരുക്കവും അനുഭവിക്കുന്നവരോട് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ താങ്ങി നിർത്തുവാൻ ആ ഒരു കൃപയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചുള്ളതും ദൈവം എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതാണ് തന്നിരിക്കുന്നതും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങളെ കർത്താവിന്റെ വേലയിൽ 47 വർഷമായിരിക്കുന്നു. മകൾക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസം ചെയ്യിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും അവള് സ്വന്തമായിട്ട് പഠിച്ചു. ഇന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു BSc നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ ഭർത്താവ് ഇൻഡിഗോയിൽ ജോലി ചെയ്യുന്നു. മകന് ഈ വർഷം ഏപ്രിലാണ് അവന്റെ വിവാഹം നടന്നത്. അവന് ഓസ്ട്രേലിയയിലെ നേഴ്സായിട്ട് ജോലി ചെയ്ത പെൺകുട്ടിയെ ദൈവം വിവാഹം കഴിപ്പാനുള്ള ദൈവം അവസരം ഒരുക്കി. അതിനുശേഷം 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവനും പോയി. അവനും കുടുംബം ഓസ്ട്രേലിയയിലായിരിക്കുന്നു. മകളും കുടുംബം ഇവിടെ ഡൽഹിയിൽ തന്നെയുണ്ട്. നാം എവിടെയായിരുന്നാലും നമ്മുടെ കർത്താവിൽ നാം വിശ്വസ്തയോടെ സേവിച്ചാൽ, അല്പം പരമാർത്ഥതയോടെ നാം പറയുന്ന കാര്യങ്ങളിൽ പരമാർത്ഥത ഉണ്ടെങ്കിൽ ആ പരമാർത്ഥത കാണുന്ന ദൈവം, വിശ്വസ്തരെന്ന് നമ്മൾ പറഞ്ഞാലും വിശ്വസ്ത നേടുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. 47 വർഷക്കാലം ഈ ഡൽഹി പട്ടണത്തിൽ സൂക്ഷിച്ച എന്നെ, ഇത്രത്തോളം കാത്ത എൻ്റെ കുടുംബത്തെ, അത് മാത്രമല്ല രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ ഒരുത്തരും സഹായിപ്പാൻ കഴിവില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്രത്തോളം നിർത്തി. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാൻ 100% വിശ്വസിക്കുന്നു. ഈ വചനം സത്യവചനമാണ്. ഈ സത്യവചനത്തിൽ വിശ്വസിക്കുന്നവരും അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. എന്നാൽ വാഗുകൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയും ചെയ്താൽ പലപ്പോഴും നമുക്ക് ദൈവത്തിന് കൃപ പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നവർ മാത്രമല്ല, നമ്മൾ സാക്ഷ്യം പറയുന്നവർ മാത്രമല്ല, നമ്മുടെ സാക്ഷ്യത്തിലൂടെ അനേകരുടെ വിടുതലിന് കാരണമായി തീരണം. നമ്മുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ചില ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ അവർ മനസ്സിലാക്കുവാനിടയായി തീരണം. അനേക സ്ഥലങ്ങളിൽ പോയി, ന്യൂയോർക്കിന്റെ പ്രദേശങ്ങളിലെ, ഡൽഹിയുടെ ഈ ചേരി പ്രദേശങ്ങളിലെ, ഈസ്റ്റ് ദില്ലി പല സ്ഥലങ്ങളിൽ പോയി സഭകൾ സ്ഥാപിപ്പാൻ ദൈവം എനിക്കിടയാക്കി. സ്വന്തമായിട്ട് ഞാൻ പോയി എൻ്റെ അധ്വാനം കൊണ്ട്
ഞാൻ പോയി ഇന്ത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അപ്പോൾ നമ്മുടെ സഹോദരന്മാരെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുകയും സഹകരി ചെയ്യുന്ന അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഡൽഹിയിൽ ചില സഭകൾ സ്ഥാപിപ്പാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഹിന്ദി വേല ആരംഭിപ്പാൻ. അത് മാത്രമല്ല, ഹിന്ദി വേല നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പോലെ ഒരാളായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ സക്സസ് ആകുവാൻ കഴിയുള്ളൂ. പ്രിയ ദൈവദാസന്മാരെ, സഹോദരന്മാരെ, ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും കൂടി കോട എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ ഭയങ്കര ജുഗിയാണ്. ഇന്നല്ല ഒരു 15-20 വർഷത്തിന് മുമ്പാണ്. എല്ലാം ജുഗികളാണ്. അനേക ആൾക്കാർ അവിടെ താമസം. ഏകദേശം ഒരു 19,000 പേര് കൂടി ആ ജുഗിക്കകത്തിൽ താമസമുണ്ട്. അതുപോലെ വലിയൊരു ജുഗിയാണ്. അപ്പൊ ഞങ്ങള് ആ ജുഗിയിൽ വല്ലപ്പോഴും ഒക്കെ പോയി ട്രാക്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അവര് കൂടി വന്ന് എന്നെ ഇരിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, അവരോട് ദൈവത്തിന്റെ വചനം പറയും. ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇവര് റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങള് ഉച്ച സമയത്താണ് ചെന്നത്. അപ്പൊ ഇവര് റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 11:30 കഴിഞ്ഞു കാണും. ഞാനും വൈഫും കൂടെ ചെന്ന് അപ്പൊ ഒരു റൊട്ടി കൊണ്ടിരിക്കുകയാണ്. അവരുടെ കട്ടിലുണ്ട്, അവരുടെ ആ ചെറിയ കട്ടില്. ആ കട്ടിൽ നീക്കി തന്നിട്ട് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പൊ കുറെ പേര് അടുത്തുള്ളവരൊക്കെ കൂടി വന്നു. ഞങ്ങളൊരു പാട്ടൊക്കെ പാടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയാണ്. അവർ പറഞ്ഞു, റൊട്ടി കഴിച്ചിട്ടേ പോകാവൂ, റൊട്ടി കഴിക്കാതെ പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിച്ചില്ല എങ്കിൽ ആ ജോഗിക്കകത്ത് പിന്നെ നമുക്ക് കയറാൻ പറ്റുകയില്ല. അവരെ നേടണമെങ്കിൽ അവരെ പോലെ പൗലോസ് പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ത്യാഗം സഹിച്ചേ മതിയാവും. അപ്പൊ റൊട്ടി കഴിക്കാൻ പറഞ്ഞു. അവര് ഡാലും റൊട്ടിയൊക്കെ തന്ന് ഞങ്ങൾ കഴിച്ചു. ഞാൻ ഏകദേശം 3 ദിവസത്തോളം കുടല് വെളിയിൽ പോയതുപോലെ ഛർദ്ദിപ്പാനിടയായി തീർന്നു. എന്നാൽ ആ സുവിശേഷ വില ഞങ്ങൾ വിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയി അവരോടൊക്കെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപ തന്നു. ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മൾ പറയുന്നത് പോലെയല്ല ഫീൽഡിൽ ചെല്ലുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. ആ അനുഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോകരുത്. ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പൊ അന്ന് എന്റെ സ്കൂട്ടി ഉണ്ട്. ആ സ്കൂട്ടിയുടെ പുറകില് ഒരു 4 ഈ ട്രാക്റ്റും ഒരു ഗിദെയോൻസിന്റെ ബൈബിൾ 5 എണ്ണം ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ ട്രാക്റ്റുകളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നതന്നെ ഒരുത്തൻ വന്നു. ഞാൻ അവന് ഒരു ഗിദെയോന്റെ ബൈബിൾ കൊടുത്തു. ആ ബൈബിൾ മേടിച്ചിട്ട് എന്റെ ചെരളക്കിട്ട് ഒറ്റ അടിയാണ്. ബൈബിൾ മേടിക്കുകയും ചെരളക്കിട്ട് ഒറ്റ അടിയും തന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോടാ, ജാവൂ, ഭാഗ് ജാവൂ, പൈസ കരുക. ഞാൻ സാവധാനം അതൊക്കെ സ്കൂട്ടറിൽ കിട്ടി അവിടെ നിന്ന് പോരുവാനിടയെത്തുന്ന ഞാൻ പോരുന്ന വരെ ആ മനുഷ്യൻ അവിടെ നിന്ന്. അവനൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. പൗലോസ് പറയുന്ന കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനാണ് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും കർത്താവിന്റെ വേലയിൽ മറ്റുള്ളവരെ അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പാനും ആണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു സുവിശേഷ വേലക്കാരൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ദൈവവേദന എന്ന് പറഞ്ഞ് നമ്മളെ അതിൽ സംതൃപ്തി നേടുവാനല്ല നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, നമ്മെ രക്ഷിച്ച ദൈവം, നമുക്ക് സൗഖ്യം തന്ന ദൈവം, നമുക്ക് തലമുറകളെ തന്ന ദൈവം, ആ ദൈവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അല്ല ഒരു കുടുംബജീവൻ തന്നു, മക്കളെ വളർത്തി, ധനം സമ്പാദിച്ചു, അവരുടെ വലിയ വിദ്യാഭ്യാസം കൊടുത്തു, അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് മറുവശമാണ്. എന്നാൽ എല്ലാറ്റിലുപരിയായി നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, അതിന് നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതത്തെ കർത്താവിന് നേടുവാൻ കഴിയുള്ളൂ. നമുക്ക് അതിന്റെ ദിവസങ്ങളിൽ തയ്യാറാകണം. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയണം. ഭാരതത്തിലെ സുവിശേഷ വേലയുടെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 25 വർഷത്തോളമായി ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും മൺഡേ പ്രയർ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പ്രയർ നടത്തുന്നുണ്ട്. എൻ്റെ ഭവനത്തിൽ വെച്ചാണ്. ചെറിയ സൗകര്യമാണെങ്കിലും ഞങ്ങൾ 8-10 പാസ്റ്റർമാരിരുന്നു എല്ലാ മൺഡേയിലും മൺഡേ പ്രയർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇമ്മാനുവേൽ പ്രയർ മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പ്രാർത്ഥന നടത്താറുണ്ട്. പ്രയർ ഡ്രൈവ് ഞങ്ങൾ ഗുജറാത്തിലൊക്കെ പ്രയർ ഡ്രൈവായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങള് പോകുന്നത് ആരോടും പറയില്ല. പോയി ആ സ്ഥലങ്ങളെല്ലാം പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും ചെറിയ ഹോട്ടലോ എന്തെങ്കിലും എടുത്ത് സൗകര്യമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചങ്ങനെ പ്രാർത്ഥനയിലൂടെ സുവിശേഷത്തിലൂടെ ദൈവനാമത്തെ ഉയർത്തുവാൻ ആണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി ഞങ്ങളുടെ ഓൺലൈനിലെ എല്ലാ ദിവസവും 9 മുതൽ 10 വരെ ദേശത്തിന് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 3 ആഴ്ചക്ക് മുമ്പേ തമാന അന്തോണി എന്ന് പറയുന്ന ഒരു സഹോദരി ക്യാൻസറിനാൽ
സൗഖ്യമാകുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്ന് അവരെ സാക്ഷിയൊക്കെ പറയുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ ഞങ്ങള് 5 കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്ന് 9 വയസ്സുള്ള ഒരു പയ്യനാണ്, ജോക്കുട്ടൻ എന്ന് പറയുന്നത്. അവൻ സംസാരിക്കത്തില്ല. 2 കലക്ഷൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അത് എന്റെ ചർച്ചിൽ വരുന്നതാണ്. അതിന് അത് കണ്ണു കാണത്തില്ല, നടക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എബൻ എന്ന് പറയുന്ന ഒരു മലയാള കൊച്ചിന് അതിന് പാരലൈസ് ആയിട്ടുള്ള അല്പം ബുദ്ധിമുട്ടുണ്ട്. എഴുതാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു അനീല സംസാരിക്കത്തുമില്ല, കണ്ണു കാണത്തുമില്ല. വേറെ അങ്കിത് എന്ന് പറയുന്ന അത് എഴുന്നേറ്റ് നടക്കത്തില്ല. അങ്ങനെ 5 കുട്ടികളെ വെച്ച് ഞങ്ങൾ 5-6 മാസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2 മാസമായിട്ട് ഞങ്ങളോടൊപ്പം 200 ഡയാലിസിസ് കഴിഞ്ഞ ഒരു സഹോദരൻ ഇപ്പം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനേക രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദേശത്തെ സുവിശേഷ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവദാസന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ദൈവദാസന്മാരെ ജയിലിൽ പോകുമ്പോൾ, സുവിശേഷ വേലയിൽ അവരെ തല്ലുകൊള്ളുമ്പോൾ, ഞാൻ തല്ലുകൊണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം അവരെയൊക്കെ കർത്താവ് വിടുവിക്കണം. തന്നെയല്ല, നമ്മൾ തല്ലുകൊള്ളാനല്ല ദൈവം നമ്മെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്നത്. ആരുടെയും ചവിട്ടുകൊള്ളാനും തല്ലുകൊള്ളാനും അങ്ങനെ ഉപദ്രവിക്കപ്പെടുവാൻ മാത്രമല്ല, നമ്മളെ ഉപദ്രവിക്കുന്നവരെ രക്ഷയിലേക്ക് കടന്നു വരുന്ന അനുഭവത്തിലേക്ക് ആയിത്തീരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്ന പോലെ അപ്പോസ്തലന്മാര് ജയിലിൽ പോയി. ജയിലിന്റെ കട്ടളയെല്ലാം ദൈവം അടിസ്ഥാന ദൈവം ഇളക്കി. എത്ര വർഷമായിട്ട് നമ്മുടെ ദൈവദാസന്മാർ ജയിലിൽ പോകുന്നു. നമ്മുടെ അടിസ്ഥാനം ഇളകാതെ, ജയിലിന്റെ അടിസ്ഥാനം ഇളകാതെ ഇവരാരും ഭരണാധികാരികൾ നമുക്ക് അനുകൂലമായി വരികയില്ല. അതുകൊണ്ട് ദൈവപ്രവൃത്തി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഭാരതത്തിലെ സുവിശേഷ വേലയ്ക്ക് ഇനി നമുക്ക് അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയവും കൂടെ. സുവിശേഷ വേലയോടൊപ്പം സഭാപ്രവർത്തനങ്ങളോടൊപ്പം പ്രാർത്ഥനയിലും ആയിരിക്കാൻ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേക വിശ്വാസികളുടെ ഇടയിൽ, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇല്ലാത്തൊരു അനുഭവമാണ് ഒരു മനസ്സോടെ ഒരുമിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ. നമുക്ക് ഐക്യമില്ല. എല്ലാവരും ഞാനായാലും എല്ലാവരും അവരവരുടേതായുള്ള കാര്യങ്ങളിൽ കൂടെ മാത്രം പോകുന്നു. അങ്ങനെയല്ല, ഒരുമിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, ഐകമത്യത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, സ്നേഹത്തോടെ സഹവർത്തത്തോടെ നാം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഭാരതത്തെ നമുക്ക് നേടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ തല്ലുകൊള്ളേണ്ടവരല്ല, നമ്മൾ ആരുടെ ചവിട്ടുകൊള്ളേണ്ടവരല്ല, നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടവരല്ല. നമ്മള് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ രാജാക്കന്മാർ, രാജപുരോഹിതവർഗവും വംശമാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് തന്നെ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് വളരെ താഴ്മയോടും വിനയത്തോടും കർത്താവിന്റെ വേല ചെയ്യുവാൻ, അങ്ങനെ ഭാരതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ചാൽ മതിയാവും. അതുകൊണ്ട് അതിനാൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് സുവിശേഷ പ്രവർത്തനത്തോടൊപ്പം തന്നെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. ഒരനുഭവം കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ എനിക്ക് വളരെ ഓർമ്മയുണ്ട്. ഒരു രോഗി വന്നാൽ സൗഖ്യം പ്രാപിച്ച അവർ പോവുകയുള്ളൂ. അന്നത്തെ ദേവദാസന്മാരൊക്കെ വെള്ളി ശനിയൊക്കെ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞായറാഴ്ച അവര് ആരാധന നടത്തുമ്പോൾ അതൊരു വിടുതലാണ്. സഭയിൽ ആരാധന എന്ന് പറയുന്നത് ഒരു വിടുതലിന്റെ അനുഭവമായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസത്തിൽ പലപ്പോഴും ഉറച്ചു നിൽപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നാടുകളിൽ എന്നാൽ നമ്മൾ രോഗികളായി സഭയിൽ പോയാൽ, എന്റെ സഭയിൽ വന്നാലും അവർ രോഗികളായിട്ട് തന്നെ മടങ്ങി വരികയാണ്. ആ അനുഭവം നമ്മുടെ സഭകളിൽ മാറണം. നമ്മുടെ സഭ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുന്ന സഭകളായി മാറണം. രോഗികൾ വന്നാൽ അവർ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകണം. നിരാശരായിട്ടുള്ളവർ വന്നാൽ, കഷ്ടതയിലുള്ളവർ വന്നാൽ, സാമ്പത്തിക ജനക്കമുള്ളവർ വന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വിടുതലായി മാറിയേ മതിയാവൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു പാസ്റ്ററുടെ ട്രാൻസ്ഫറിന് അപ്പൊ അതിന്റെ ആ പാസ്റ്റർ താമസിക്കുന്നതിനടുത്തായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജർ വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം ഒരു സാമുദായിക സഭകളിൽ പോകുന്ന ഒരു ആളാണ്, യാക്കോബക്കാരനാണ്. അപ്പൊ രാത്രി ഇദ്ദേഹം ശബ്ദം കേട്ടു. അപ്പോൾ പുതിയതായിട്ട് അവിടെ വാടകയ്ക്ക് വന്നതാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ താഴെയാണ് ഈ ഹോള്.
ഇപ്പൊ രാത്രിയിൽ ഒരു 12 മണിയായപ്പോ ശബ്ദം കേട്ടിട്ട് നോക്കിയപ്പോൾ താഴെ ഒരു ശബ്ദം കേൾക്കാം. അപ്പൊ ഭാര്യ പറഞ്ഞു പോകണ്ട, കഥ തുറന്നു പോകണ്ട എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ സമയമായപ്പോൾ ഈ ഹോളിന്റെ അവിടെ വലിയ ശബ്ദം കേൾക്കാം. അപ്പൊ അത് ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഈ ഹോളിനകത്തിലെ ശബ്ദം കേൾക്കുകയാണ്, എന്താണെന്ന് അറിയുന്നില്ല. അപ്പോഴും ഭാര്യ പറഞ്ഞു എന്താണ്, നമുക്ക് നോക്കണ്ട, നമ്മൾ പുതിയ ആൾക്കാരാണ്, അതുകൊണ്ട് താഴോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 2-3-4 ദിവസം കഴിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചെറിയ കഥ തുറന്നിറങ്ങി നോക്കിയപ്പോൾ ഹോളിനകത്തില് ഉപദേശി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം കുറച്ചു നേരം കഴിച്ചിട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെയും അദ്ദേഹം ഇതുപോലെ രാത്രിയിൽ ഉറക്കം വരുന്നില്ല, ഈ ശബ്ദം കേട്ടുകൊണ്ട് വന്നപ്പോൾ ആ പാസ്റ്റർ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ഇന്ന ആള് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് അദ്ദേഹം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ വിശ്വാസി കഴിഞ്ഞ ആഴ്ച വന്നില്ല, ഈ വിശ്വാസിയുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കണം, അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇരിക്കുന്ന ആ സ്ഥലത്ത് പോയി പാസ്റ്റർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ആ വ്യക്തി കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ സെന്റ് ഓഫ് മീറ്റിങ്ങിനെ ഇദ്ദേഹത്തെ കൂടെ വിളിക്കുകയുണ്ടായി. ഇദ്ദേഹത്തോട് വിളിച്ചപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സാക്ഷ്യമാണിത്. ഞാൻ ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വിശ്വസിപ്പാനും ഇടയായി തീർന്നത് ഈ പാസ്റ്ററുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ സഭയിലെ വിശ്വാസികൾ പോലും പറയുന്നത് ഈ പാസ്റ്റർ ഇങ്ങനെ രാത്രി അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അന്ന് അവിടെ വളരെ നിലവിളിയും വളരെ ദൈവസന്നിധിയിൽ വളരെ ഒരു വല്ലാത്ത അനുഭവം ആ സഭയിൽ ഉണ്ടായി എന്ന് ആ വ്യക്തി ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മുടെ പിതാക്കന്മാരെ, നമുക്കും ഉണ്ടായിരുന്ന പൂർവ്വന്മാരെ, പാസ്റ്റർമാരൊക്കെയും അവര് ദൈവസ്ഥനിൽ വിശ്വസ്തയോടെ ജീവിച്ചു, അവര് പ്രാർത്ഥിച്ചു, അവരുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ സഭയിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ പാസ്റ്റർമാരുടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരുടെ സഭയിൽ വരുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും, ആ ചുറ്റുപാട് അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയുള്ള പാസ്റ്റർമാരുടെ മുകളിൽ കൈവെക്കാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പൂർവ്വന്മാരെ പോലെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമെന്ന് നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട്, നമ്മുടെ പ്രമാണങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് അനേകരും വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ല, പ്രമാണങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ല. സമൃദ്ധിയുടെ സുവിശേഷമായി അനേകരും മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവര് പ്രസംഗിക്കുന്നത് സഭയിൽ വന്നാൽ അനുഗ്രഹിക്കപ്പെടും, സഭയിൽ വന്നാൽ എല്ലാം കിട്ടും എന്നാണ് അവരുടെ പ്രസംഗം, അവരുടെ ആ രീതിയിലുള്ള ആരാധനയൊക്കെ. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, നമ്മൾ ദൈവസ്ഥനിൽ വിശ്വസ്തയോടെ നിങ്ങൾ മാത്രമേ ദൈവത്തെ ആരാധിച്ചെങ്കിൽ മാത്രമേ, അവനെ പിൻപറ്റിയെങ്കിൽ മാത്രമേ അവനിൽ നിന്നുള്ള കൃപകളെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുള്ളൂ. നമ്മുടെ ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ അനുഗ്രഹത്തിന്റെ സുവിശേഷം നമ്മൾ പ്രസംഗിക്കും, എന്നാൽ ശാപം ഉണ്ടെന്നുള്ളത് നമ്മൾ പറയുകയില്ല. സമൃദ്ധിയോട് വന്നിട്ട് ദൈവത്തെ മറന്നുപോയി കഴിഞ്ഞാൽ അത് നമ്മളെ വേണ്ടാത്ത പിശാചുകൾ, ശത്രുക്കളെല്ലാം നമ്മളെ ഉപദ്രവിച്ച് നമ്മുടെ വിശ്വാസത്തെ പോലെ ഇല്ലാതാക്കും. അതുകൊണ്ട് സമൃദ്ധിയിലേക്കല്ല, സമൃദ്ധി എന്ന ദൈവത്തിലേക്ക് പോകണമെന്നുള്ള ആ സുവിശേഷം ഇന്ന് ഇല്ല. അത് മാത്രമല്ല, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ സുവിശേഷം ഇന്നില്ല, വിശുദ്ധിയുടെ സുവിശേഷം ഇന്നില്ല. അതിലൊക്കെ നമുക്ക് മടങ്ങി വരണം. അതിൽ മടങ്ങി വന്നെങ്കിൽ മാത്രമേ നാം ഓരോരുത്തരും, ഞാനിത് പ്രസംഗിക്കുന്ന സാക്ഷി പറയുന്ന ഞാന് മാത്രമല്ല, എനിക്കും ഇത് ആവശ്യമാണ്, ഞാൻ വേണം, നമുക്കെല്ലാവർക്കും നമുക്ക് ഈ അനുഭവം വേണം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നമുക്ക് ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന അതിലെ പരമാർത്ഥത കണ്ടുപിടിക്കുന്ന കർത്താവാണ്. നമ്മുടെ വിശ്വസ്തത നോക്കുന്ന കർത്താവാണ്. നമ്മുടെ ആത്മാർത്ഥത എത്ര എന്നുള്ളത് നോക്കുന്ന കർത്താവാണ്. നമ്മുടെ ലക്ഷ്യം എന്തെന്ന് നോക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് പോയില്ല എങ്കിൽ നമുക്ക് വളരെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചെറുപ്പകാലത്തെ അനുഭവം ഞാൻ എപ്പോഴും ഓർക്കുന്നു. സഭകളിലൊക്കെ ചെന്നാൽ ഞങ്ങളുടെ രാവിലെ, എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ രാവിലെ സൺഡേയില്, ഞായറാഴ്ച ഒന്നുമില്ല, 3-3.5 കിലോമീറ്റർ നടന്നു വേണം ആരാധനയ്ക്ക് പോകാൻ. വീട്ടിൽ വരുമ്പോൾ 2 മണിയാവും. രാവിലെ ഒരു കട്ടൻ കാപ്പി കിട്ടിയാൽ കിട്ടി, സൺഡേ സ്കൂളിൽ പോകണം. അതൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഉപവാസമാണ്, അന്ന് വല്ലതും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ കൂടെ വളർന്നു വന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല.
TV ചലിക്കും. ഭവനങ്ങളിൽ പ്രാർത്ഥനയില്ല. നമ്മുടെ തലമുറകൾ എവിടെയായിരിക്കുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അനേക തലമുറകൾ എനിക്കറിയാം. അനേക തലമുറകളെ ഓർത്തിട്ട് മാതാപിതാക്കൾ ഉറക്കമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ പറയും, ഇപ്പൊ ഞാൻ പറയാം, എന്റെ മകൻ ഓസ്ട്രേലിയയിലാണ്, എന്റെ മകൻ ലണ്ടനിലാണ്, എന്റെ മകന് അമേരിക്കയിലാണ്. പക്ഷെ അവരുടെ അവിടുത്തെ അനുഭവം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നേഴ്സുമാരോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ മാത്രമല്ല, അവരെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നല്ല പദവിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ തലമുറകളെ വരുന്ന ആളുകളിൽ നമുക്ക് ഉത്സാഹിപ്പിക്കണം. നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ തലമുറകളായി തീരണം. IAS, IPS, IFS ഓഫീസേഴ്സ് ആയിട്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലും, നമ്മുടെ പാർലമെന്റിലും, നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രങ്ങളിലെല്ലാം നമ്മുടെ തലമുറകൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ഒരു തലമുറയിൽ നമ്മുടെ തലമുറകൾ ഈ ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭരിക്കത്തക്കമുള്ള പദവിയും അനുഗ്രഹവും അവർക്ക് ലഭിക്കാൻ നമ്മുടെ തലമുറകളെ അങ്ങനെ പ്രാർത്ഥിച്ച് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, ഡോക്ടറേറ്റ് പഠിച്ചാൽ എന്തുകൊണ്ട് നമുക്ക് IAS, IPS, IFS പഠിപ്പിച്ചുകൂടാ? തീർച്ചയായിട്ടും പഠിപ്പിക്കാൻ കഴിയും. നമ്മൾ ആ നിലയിലേക്ക് കൂടെ വരുന്നകളിൽ വരണം. ഈ ഭാരതം കർത്താവിന് വേണ്ടി നമുക്ക് നേടണം. ഈ ഭാരതത്തിൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, വിദേശത്തേക്ക് മാത്രം പോകുന്നവരല്ല, ഇവിടെ നല്ല ഉന്നതമായ ജോലി ലഭിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കണം നമ്മുടെ തലമുറകളിൽ ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ അനേക കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പിശാച് തടഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരുടെയും വിദ്യാഭ്യാസത്തെ മാതാപിതാക്കളെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും നോക്കാൻ കഴിയാതെ വന്ന അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ഒത്തിരി പിശാച് തടഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ചിന്തിക്കണം. അവരെ സഭാഗത്തിന് കൊണ്ടുപോവുകയും ദൈവസന്നിധിയിൽ പാടുകയും ചെയ്യണം. ഈ അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ പറഞ്ഞു, വർഷിപ്പിന് ചെറുപ്പക്കാർ വരും, വർഷിപ്പ് കഴിയുന്ന അവരിറങ്ങി സഭയിൽ ഇറങ്ങി പോകും, ആരാധനയ്ക്ക് ഇരിക്കത്തില്ല, പ്രാർത്ഥനയില്ല, യാതൊരു കാര്യമില്ല. അങ്ങനെ വർഷിപ്പ് മാത്രം പോരാ, വർഷിപ്പേഴ്സ് ആയിട്ട് മാത്രം പോരാ, പ്രസംഗിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുമായി തീരുവാനിടയാകുന്നതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാക്കന്മാര് ദൈവത്തോട് അപേക്ഷിച്ചു, അവർ ദൈവസ്ഥലം വിശ്വസ്തരായി നിന്നു, അവർ പാർപ്പാൻ തക്കപ്പെട്ടത് ചെല്ലേണ്ടതിനെ അവരെ ചൊവ്വയുള്ള വഴിയിൽ കൂടെ നടത്തിയ ദൈവം നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും തലമുറകളായി കർത്താവിന്റെ വരവരെയും നമുക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. എന്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ വലിയ ഇതൊക്കെ പറഞ്ഞു ഞാൻ വലിയ വിശ്വസ്തനോ അല്ലെ വലിയ പരമാർത്ഥിയൊന്നും അല്ല. എന്നാൽ അങ്ങനെ ജീവിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ബാല്യം മുതല് നമ്മള് ആരാധനയും പ്രാർത്ഥനയും, ചെറുപ്പത്തിൽ പള്ളിയിൽ പോയി, അത് കഴിഞ്ഞ് 6-7 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു പ്രാർത്ഥനയിലും ആരാധനയിലും, അപ്പോൾ തന്നെ എല്ലാവരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എല്ലാവരോടും സുവിശേഷ സഭകളിലൊക്കെ നമ്മുടെ ഡോക്ടറിനൊക്കെ ഉള്ള സത്യത്തിലും ആത്മാവിന്റെ ദൈവത്തെ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം. അത് മാത്രമല്ല, എന്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ 47ാമത്തെ വർഷമാണ് ഡൽഹിയിലെ. കർത്താവ് അനുവദിച്ചാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരിക്കലും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതം അങ്ങനെയാണ്. ഡൽഹിയിൽ ഞാൻ ശവക്കോട്ട വരെ ബുക്ക് ചെയ്ത് അങ്ങനെ അതിലെല്ലാം പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഡൽഹി ഗ്രേറ്റർ പെന്തക്കോസ്ത് ഫെലോഷിപ്പ് ഞങ്ങൾക്ക് അതിനുണ്ട്. ശവക്കോട്ടയെ കൊണ്ട് ഞാൻ അതിലെ ഒരു മെമ്പറാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 47 വർഷം കഴിഞ്ഞ് ഇനി എവിടെ പോകാനാണ്? എന്നാൽ ഈ ചില 1-2 മാസങ്ങളായി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവാത്മാവ് അങ്ങനെയുള്ളൊരു കാര്യം നടത്തി തന്നുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുവാൻ ഇനി ബാക്കിയുള്ള കാലം പ്രാർത്ഥനയിലും ആരാധനയിലും സ്വദേശത്ത് പോയി പ്രവർത്തിപ്പാനാണ് കർത്താവ് പറയുന്നത്. കാരണം ഞാൻ കേരളത്തിലധികം താമസിച്ചിട്ടില്ല. ഞാന് 18ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് എടുത്തു. അന്ന് കൊച്ചിയിൽ മാത്രമേ പാസ്പോർട്ട് ഓഫീസ് ഉള്ളൂ. കൊച്ചിയിൽ പോയി ഞാൻ
ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് അവിടുന്ന് പാസ്പോർട്ട് എടുത്ത് അങ്ങനെ വിദേശത്ത് പോകാനായിട്ട് ഡൽഹി വന്ന ആളാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഡൽഹി വിട്ടുന്നവരെയും പോയിട്ടില്ല. ഇനി 47 വർഷവും കഴിഞ്ഞു. ഇനിയുള്ള കാലങ്ങള് കർത്താവിന്റെ ഹിതമാണെങ്കിൽ കേരളത്തിൽ പോയി അവിടെ പാർപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സ്ഥലമോ വീടോ ഒന്നുമില്ല. അതിനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വഴി തുറക്കട്ടെ. അതല്ല നാളെ ദൈവഹിതം ഡൽഹി വിട്ടു പോകാൻ അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നാടിനേക്കാൾ നല്ല എനിക്ക് ഡൽഹിയാണ്. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടെ അരോമ TV ഈ സമയം അനുവദിച്ചു തന്ന, എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോണിനോടും അരോമ TVയിലുള്ള എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഇന്ന് മുതൽ ഞങ്ങളുടെ ഡെയിലിയുള്ള 9:30 മുതൽ 10:30 വരെയുള്ള പ്രാർത്ഥനയിൽ അരോമ TVയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഈ പ്രവർത്തനം മൂലം അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അനേക ദുഃഖിതർക്ക് ആശ്വാസമായി തീരുവാൻ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകുവാൻ, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ യേശുവിനെ അറിയുവാൻ ഈ അരോമ TV മൂലം ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ ഈ 35 വർഷത്തെ സുവിശേഷ വേലയ്ക്ക് ബന്ധത്തില് കർത്താവെ, ആദ്യമായി ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഹിന്ദി വേലയിലായിരിക്കുന്നത് കൊണ്ട് കർത്താവെ, ആരാധനയിലും പ്രാർത്ഥനയിലും ആ രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവിന്റെ ദാസൻ ദാനിയേൽ ജോണിന് നന്ദി കരയേറ്റുന്നു. ഇന്ന് ശ്രോതാക്കളായിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ ആകുന്നതും ആയിരിക്കുന്നതും അങ്ങയുടെ കൃപയാലാണ്. ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ പ്രബോധനം, കർത്താവെ, ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും സത്യത്തിൽ നിന്നുള്ളവായി തീരുവാൻ സത്യത്തിന്റെ ദൈവമേ അങ്ങടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്നവരെ, അസത്യം പറയുന്നവരെ, കള്ളസാക്ഷ്യം പറയുന്നവരായി തീരാതെ വണ്ണം ഞങ്ങൾ പറയുന്ന ആ സത്യം ഒരു തുച്ഛകാര്യമായപ്പോ ആണെങ്കിൽ പോലും അത് സത്യത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകരിൽ ഇടപെടുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുവാനും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളെ തുളച്ചേർന്ന വചനമാണ്. പത്രോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തെ ഛേദിച്ചു. അനേകർ മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, കർത്താവിൽ വിശ്വസിപ്പാനും ആരാധനയിൽ പങ്കുചേരുവാനും ഇടയാത്തുന്നത് പോലെ കർത്താവെ, അരോമ TVയിൽ കൂടെ നടക്കുന്ന സാക്ഷ്യങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് വിടുതലായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയം കർത്താവെ, ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ഓരോ വാചകങ്ങളും അറിയുന്നുവല്ലോ, ഓരോ കാര്യങ്ങളും അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ. ഹല്ലേലൂയ. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം, ഇത്രത്തോളം ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും വിടുതലും അനുഗ്രഹവും തന്ന ദൈവമേ, പിന്നെ ഞങ്ങളുടെ തലമുറകളെ എതിർത്തുമാറാകണമേ. ഞങ്ങള് ഈ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ഈ ഭാരതത്തില് ഒരു ആത്മീയ ഉണർവുണ്ടാകുന്നത് കാണുവാൻ, 147 കോടിയോളം ജനം മുഴുവനും സുവിശേഷം കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മൊത്തമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വരവ് താമസമെങ്കില് എത്രയും വേഗം ഈ ഭാരതം കർത്താവിന് പ്രയോജനമുള്ള കർത്താവിന്റെ രാജ്യമായി തീരുവാൻ നീ ഇടയാക്കുമാറാകണമേ. ഭരണാധികാരികളെ സന്ദർശിക്കണമേ. സുവിശേഷ വേലക്കാരായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ സഭകള് അടഞ്ഞു കിടക്കുന്നുവല്ലോ. സഭകൾ അടഞ്ഞു കിടക്കുവാനല്ല, പിന്നെയോ അവിടെ നിന്ന് ആരാധനയുടെ ശബ്ദം, പ്രാർത്ഥനയുടെ ശബ്ദം, സുവിശേഷത്തിന്റെ വചനത്തിന്റെ ശബ്ദം വെളിയിൽ വരുവാൻ, അതിനെ വിടുതലായി തീരുവാൻ ഇടയാക്കുമാറാകണമേ. എല്ലാ സഭകളും തുറക്കപ്പെടുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ ദൈവദാസന്മാർ ജയിലിൽ പോകുന്നു. കർത്താവെ, ജയിലിന്റെ അടിസ്ഥാനങ്ങളെ നീ ഇളക്കുമാറാകണമേ. നിന്റെ പ്രവൃത്തിയുമായി നീ ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉറവശങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളോട് നീ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ സമയം കർത്താവേ, ഇളയവനെ ഒരിക്കൽ കൊണ്ട് നിന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബമായി സമർപ്പിക്കുന്നു. തിരുഗതത്തിനായി ജീവിപ്പാൻ നീ കൃപ നൽകണമേ. ഇത്രത്തോളം പട്ടണത്തിനത്തെ കൃപകൾക്കായി സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തണം. നിന്റെ വരവെങ്കിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ കൃപ നൽകണം.
മംഗളോപാത്തമാക്കി തന്നെ യേശു ക്രിസ്തുവിന്റെ തന്നെ ഇവിടെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവോടെ കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസ് പാസ്റ്റർ CG വർഗീസ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനോടുതായ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസും കർത്താവ് തരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി വടക്കേ ഇന്ത്യയിൽ ഡൽഹിയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയില് വിവിധ ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ അനേകരെ കർത്തൃ രാജ്യത്തിന് വേണ്ടി നേടുവാൻ ദൈവം ഉപയോഗിച്ച നല്ല അനുഭവങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് അയക്കുന്നിടത്ത് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com